ഇന്നത്തെ വീഡിയോ ഗർഭകാലത്തിന്റെ അവസാന മാസമായ 7, 8, 9 മാസം, അതായത് തേർഡ് ട്രൈമസ്റ്റർ. ഈ ഒരു സമയത്ത് ഗർഭിണികൾ അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ, നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, കുഞ്ഞിന്റെ വളർച്ചയൊക്കെ എങ്ങനെയായിരിക്കും എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. തേർഡ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത് 28 ആഴ്ച മുതൽ 40 ആഴ്ച വരെയാണ്. അവസാന മാസങ്ങളിൽ ഗർഭിണികളിൽ കാണപ്പെടുന്ന സിംറ്റംസും ബുദ്ധിമുട്ടുകളും എന്തൊക്കെയാണെന്ന് നോക്കാം. ഫ്രീക്വന്റ് ആയിട്ടുള്ള യൂറിനേഷൻ കൂടുതലായിരിക്കും ഈ ഒരു ടൈമിൽ. ഗർഭപാത്രം വളരുന്നത് കൊണ്ട് തന്നെ ബ്ലാഡറിലേക്ക് പ്രഷർ കൂടുന്നത് കൊണ്ടും കുഞ്ഞിന്റെ തല താഴേക്ക് ഇറങ്ങുന്നത് കാരണവും ഇങ്ങനെ യൂറിനേഷൻ ഉണ്ടാവുന്നത്. അതുപോലെ നെഞ്ചെരിച്ചില്, ഗ്യാസിന്റെ പ്രശ്നമൊക്കെ കാണാറുണ്ട്. ഗ്യാസ് ഉണ്ടാക്കുന്ന ഭക്ഷണം, എരിവുള്ളതും പുളിയുള്ളതുമായ ഭക്ഷണങ്ങൾ, വറുത്തതും ഒക്കെ കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത്. അതുപോലെ നടുവേദന, കാലുവേദന ഇതൊക്കെ കാണാറുണ്ട്. ഇതിന് കാരണം കുഞ്ഞിന്റെ വെയിറ്റ് കൂടുന്നത് കൊണ്ടും വയറൊക്കെ കൂടുന്നത് കൊണ്ടുമാണ്. അതുപോലെ കാലിൽ ചിലർക്ക് നീര് കാണാറുണ്ട്. ഇത് ഹോർമോണൽ ചേഞ്ചസ് കാരണവും പിന്നെ നമ്മുടെ ബോഡി വെയിറ്റ് കൂടുന്നത് കൊണ്ടുമാണ് ഇങ്ങനെ കാലിൽ നീര് കാണുന്നത്. അതുപോലെ ചിലർക്ക് ക്ഷീണം കുറച്ച് കൂടുതലായിരിക്കും. വയറ് വലുതാകുന്നതിനനുസരിച്ച് നമ്മുടെ സ്കിന്ന് സ്ട്രെച്ച് ആവുകയും അതുകാരണം വയറിൽ കൂടുതലായിട്ട് ചൊറിച്ചിൽ അനുഭവപ്പെടാം. വയറിന്റെ നടുവിലായിട്ട് നമുക്കൊരു ഡാർക്ക് കളറിലുള്ള ലൈന് ഫോം ചെയ്തിട്ടുണ്ടാവും. ഇത് ലീനിയ നൈഗ്ര എന്ന് അറിയപ്പെടുന്നു. മെലാനിൻ പ്രൊഡക്ഷൻ കൂടുതലായത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ചിലർക്ക് കഴുത്തിന് ചുറ്റും ബ്ലാക്ക് കളറായിട്ട് സ്കിന്ന് കാണപ്പെടാറുണ്ട്. അവസാന മാസങ്ങളിൽ ബ്രസ്റ്റിന്റെ സൈസ് കൂടും. അതുപോലെ ബ്രസ്റ്റിന്റെ ബ്രാ സൈസ് ഒക്കെ മാറ്റേണ്ടതായിട്ട് വരും. അതുപോലെ ബ്രസ്റ്റിൽ നിന്നും ചെറുതായിട്ട് ലീക്കേജ് ഉണ്ടാവും. ഇത് സാധാരണയുള്ള കാര്യമാണ്, പേടിക്കേണ്ട കാര്യമില്ല. ചിലർക്ക് മസിൽ കോച്ചിപ്പിടുത്തം കണ്ടുവരാറുണ്ട്. തണുപ്പ് കാരണവും അല്ലാതെയും ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. ഇത് നിങ്ങളുടെ ഡോക്ടറോട് പറയുക. അവർ അതനുസരിച്ചിട്ടുള്ള മെഡിസിൻസ് ഒക്കെ നൽകുന്നതാണ്. മറ്റൊന്നാണ് ശ്വാസതടസ്സം. യൂട്രസ് വലുതാകുമ്പോൾ ലങ്സിന് താഴെയുള്ള ഡയഫ്രത്തിലേക്ക് പ്രഷർ കൊടുക്കുന്നത് കാരണമാണ് ശ്വാസതടസ്സം ഉണ്ടാകുന്നത്. ഇത് ഡെലിവറി സമയത്ത് കുറയുന്നതാണ്. അവസാന മാസങ്ങളിൽ കുഞ്ഞിന്റെ അനക്കം നമുക്ക് കൂടുതലായിട്ട് കിട്ടിത്തുടങ്ങുന്നതാണ്. വജൈനൽ ഡിസ്ചാർജിന്റെ അളവ് കൂടുന്നതാണ്. ഡെലിവറി ടൈം ആകുമ്പോഴേക്കും ഇതിന്റെ കൺസിസ്റ്റൻസി കുറച്ച് കട്ടിയിലായിരിക്കും ഉണ്ടാവുക. ഇനി കുഞ്ഞിന്റെ വളർച്ച എങ്ങനെയാണെന്ന് നോക്കാം. 28 ആഴ്ച മുതൽ 40 ആഴ്ചയിൽ കുഞ്ഞിന്റെ ഡെവലപ്മെന്റ്സ് എല്ലാം കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ഗർഭകാലത്തിന്റെ അവസാന മാസങ്ങളിലാണ് കുഞ്ഞ് പെട്ടെന്ന് വളരുന്നതും കുഞ്ഞിന്റെ വെയിറ്റ് പെട്ടെന്ന് കൂടുന്നതും. 28 ആഴ്ചയാകുമ്പോഴേക്കും കുഞ്ഞിന്റെ അടഞ്ഞിരിക്കുന്ന കണ്ണുകൾ അടയ്ക്കാനും തുറക്കാനും സാധിക്കുന്നതാണ്. കുഞ്ഞിന് നല്ല രീതിയിൽ സൗണ്ട് ഒക്കെ കേൾക്കാൻ കഴിയുന്നതാണ്. കുഞ്ഞിനോട് ഈ ഒരു സമയത്ത് സംസാരിക്കുന്നതും പാട്ടൊക്കെ കേൾക്കുന്നതും ബുക്സൊക്കെ വായിച്ചു കൊടുക്കുന്നതും നന്നായിരിക്കും. 32 ആഴ്ചയിൽ കുഞ്ഞിന്റെ എല്ലുകളുടെ വളർച്ച, കുഞ്ഞിന്റെ ഹെയർ, സ്കിന്ന്, നെയിലൊക്കെ പൂർണ്ണമായിട്ട് രൂപപ്പെടുന്നതാണ്. 32 ആഴ്ചയിൽ കുഞ്ഞിന്റെ എല്ലുകളുടെ വളർച്ച, കുഞ്ഞിന്റെ ഹെയർ, സ്കിന്ന്, നെയിലൊക്കെ പൂർണ്ണമായിട്ട് രൂപപ്പെടുന്നതാണ്. 37ാമത്തെ ആഴ്ചയാകുമ്പോൾ കുഞ്ഞിന്റെ ഓർഗൻസ് എല്ലാം ഡെവലപ്പ് ആയിട്ടുണ്ടാവും. അതുപോലെ ശരീരത്തിലെ രോമ വളർച്ച കുറഞ്ഞിട്ടുണ്ടാവും. അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ അളവും ഈ ഒരു സമയത്ത് കുറവായിരിക്കും. 28 ആഴ്ചയ്ക്ക് ശേഷം കുഞ്ഞിന്റെ വെയിറ്റ് ഏകദേശം 1 കിലോഗ്രാമിന്റെ അടുത്തായിരിക്കും ഉണ്ടാവുക. 37 ആഴ്ചയ്ക്ക് ശേഷമാണെങ്കിൽ 2.5 മുതൽ 3.9 കിലോഗ്രാം ആയിരിക്കും കുഞ്ഞിനുണ്ടാവുക. 2.5നേക്കാൾ കുറവാണെങ്കിൽ കുഞ്ഞ് അണ്ടർ വെയിറ്റും 4നേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ കുഞ്ഞ് ഓവർ വെയിറ്റും ആയിരിക്കും. 37 ആഴ്ചയ്ക്ക് ശേഷമാണ് ഡെലിവറി നടക്കുന്നതെങ്കിൽ ഫുൾ ടേം ആയിട്ടായിരിക്കും കണക്കാക്കുക. 7 മാസത്തിന്റെയും 8 മാസത്തിന്റെയും ഉള്ളിലായിരിക്കും ഡെലിവറി നടക്കുന്നതെങ്കിൽ പ്രീ ടേം ആയിട്ടായിരിക്കും കണക്കാക്കുക. ഈ അവസാനത്തെ 3 മാസങ്ങളിൽ ഡോക്ടറെ കാണേണ്ടത് എപ്പോഴാണെന്ന് പലർക്കുള്ള ഡൗട്ടാണ്. 7-8 മാസങ്ങളിൽ ഡോക്ടർ 2 ആഴ്ച കൂടുമ്പോഴാണ് കാണാൻ പറയുക. 9ാം മാസം മുതൽ നമ്മുടെ ഡെലിവറി ഡേറ്റ് വരെ ഓരോ ആഴ്ചയിലുമാണ് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് പറയുക. അടുത്തത് അവസാനത്തെ മാസങ്ങളിൽ ചെയ്യേണ്ട സ്കാനിംഗ് ആണ് ഗ്രൗത്ത് സ്കാൻ. ഇത് ചെയ്യേണ്ടതിന്റെ ആവശ്യകത എന്തെന്നാൽ കുഞ്ഞിന്റെ വളർച്ച അറിയുന്നതിനും പ്ലാസന്റയുടെ പൊസിഷൻ അറിയുന്നതിനും സെർവിക്കൽ ലെങ്ത് അറിയുന്നതിനും കുഞ്ഞിന്റെ പൊസിഷനും ഒക്കെ അറിയുന്നതിനും വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കാനിങ് ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു സ്കാനിങ്ങിലൂടെ ഡെലിവറി ഡേറ്റ് എന്നാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. ഇത് ചെയ്യുന്നത് 32 ആഴ്ചയുടെയും 36 ആഴ്ചയുടെയും ഉള്ളിലായിട്ടാണ്. 32 ആഴ്ചയുടെയും 36 ആഴ്ചയുടെയും ഉള്ളിലായിട്ടാണ് കുഞ്ഞ് താഴേക്ക് ഇറങ്ങി വരുന്നത്. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. റെസ്റ്റും കാര്യങ്ങളൊന്നും പറയാത്തവരാണെങ്കിൽ വീട്ടുജോലികളൊക്കെ ചെയ്യാവുന്നതാണ്. ഭാരപ്പെട്ട ജോലിയൊന്നും ചെയ്യാതിരുന്നാൽ മതി. അതുപോലെ ഡോക്ടർ നൽകിയിട്ടുള്ള മെഡിസിൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് കഴിക്കുക. മൾട്ടി വിറ്റാമിൻസ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഉൾപ്പെടുത്തുക. അതുപോലെ മുട്ട, പാല്, ഈത്തപ്പഴം, ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുക. വെള്ളം ധാരാളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നല്ലപോലെ റെസ്റ്റ് എടുക്കുക. അതുപോലെ ഉറക്കം അത്യാവശ്യമാണ്. പെട്ടെന്ന് ഒരു ദിവസം നീരൊക്കെ കാലിൽ വരുന്നത് കാണുവാണെങ്കിൽ ഡോക്ടറെ പെട്ടെന്ന് തന്നെ കാണിക്കാൻ ശ്രദ്ധിക്കണം. ചിലപ്പോൾ BP ഒക്കെ കൂടുതലായത് കൊണ്ടാവാം ഇതുപോലെ കാണുന്നത്.
ചെയ്യാവുന്നത്. അതുപോലെ ഓരോ തവണ നമ്മൾ ഡോക്ടറെ കാണാൻ പോകുന്ന ടൈമിൽ നമ്മുടെ വെയിറ്റും BP ഒക്കെ ചെക്ക് ചെയ്യാറുണ്ട്. ചിലരോട് ഡോക്ടർ ഷുഗറിന്റെ ലെവല്, അതുപോലെ യൂറിനിലെ ആൽബുമിൻ പ്രസൻസ് നോക്കാനൊക്കെ പറയാറുണ്ട്. ബ്രീത്തിങ് പ്രോബ്ലംസ് കൂടുതലായിട്ട് കാണുവാണെങ്കിൽ ഡോക്ടറെ കാണിക്കണം. അതുപോലെ 8 മാസം ആവുമ്പോൾ കുഞ്ഞിന്റെ മൂവ്മെന്റ്സ് നോക്കേണ്ടതാണ്. 3 നേരമായിട്ട് രാവിലെ, വൈകിട്ട്, രാത്രി എന്ന രീതിയിൽ ഭക്ഷണം കഴിച്ച് 1 മണിക്കൂർ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞെടുക്കുക. 1 മണിക്കൂറിനുള്ളിൽ കുഞ്ഞിന്റെ മൂവ്മെന്റ്സ് 3 തവണയെങ്കിലും കിട്ടണം. കുഞ്ഞിന്റെ അനക്കം കുറഞ്ഞതായിട്ട് തോന്നുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണണം. അതുപോലെ ഷുഗർ BP ഉള്ളവരാണെങ്കിൽ കുഞ്ഞിന്റെ മൂവ്മെന്റ്സ് നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ ഗർഭിണികൾ കിടത്തത്തിന്റെ കാര്യത്തിലും ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് കിടക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് കിടക്കാൻ ശ്രദ്ധിക്കുക. റെസ്റ്റ് ഒന്നും പറയാത്തവരാണെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള എക്സസൈസ് ഒക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ നടക്കുന്നത് നല്ലൊരു എക്സസൈസ് ആണ്. നോർമൽ ഡെലിവറിക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. 28 ആഴ്ചയ്ക്ക് ശേഷം കൺട്രാക്ഷൻസ് ചിലർക്ക് ഉണ്ടാവാറുണ്ട്. ഇത് ലേബർ പെയിൻ ആണോ എന്ന് പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. ഈ പെയിന് റെസ്റ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കിടത്തത്തിന്റെ പൊസിഷൻ ഒന്ന് മാറ്റുമ്പോഴോ ഒക്കെ പോകുന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. എന്നാൽ അടിവയറിലും ബാക്കിലും ഉള്ള വേദന കൂടിക്കൂടി വരികയാണെങ്കിൽ, ഓരോ 15 മിനിറ്റിലും വരികയാണെങ്കിൽ, വെജൈനയിൽ നിന്ന് ബ്രൗൺ ഡിസ്ചാർജ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ ഡോക്ടറെ കാണേണ്ടതാണ്. അതുപോലെ വെള്ളം പൊട്ടിപ്പോയാൽ, ബ്ലീഡിംഗ് ഒക്കെ കണ്ടുകഴിഞ്ഞാലൊക്കെ ഉടൻ തന്നെ ഡോക്ടറെ കാണണം. അതുപോലെ 34 ആഴ്ചയ്ക്ക് ശേഷം ഹോസ്പിറ്റൽ ബാഗ് ഒക്കെ തയ്യാറാക്കി വെക്കണം. അതുപോലെ പറഞ്ഞ ഡേറ്റിന് തന്നെ ഡെലിവറി നടക്കണമെന്നില്ല. പറഞ്ഞ ഡേറ്റിലോ അല്ലെങ്കിൽ അതിന് മുന്നേയോ ഡെലിവറി നടക്കാൻ സാധ്യതയുണ്ട്. ഡെലിവറി സമയത്ത് ടെൻഷനൊക്കെ അടിച്ചാൽ BP ഒക്കെ കൂടാൻ സാധ്യതയുണ്ട്. ഇത് C-സെക്ഷനിലേക്ക് നയിച്ചേക്കാം. അതുകൊണ്ട് ഡെലിവറി നോർമൽ ആയാലും സിസേറിയൻ ആയാലും കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബേബിനെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ലപോലെ പ്രാർത്ഥിക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.